ഏപ്രിൽ 9-നാണ് കേരളം വിധിയെഴുതിയത്. മെയ് 4-ന് ഫലപ്രഖ്യാപനമുണ്ടാകും. ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസും അധികാരത്തിൽ വരുമെന്ന വിശ്വാസമാണ് UDF ക്യാമ്പിനുള്ളത്. മൂന്നാം തവണയും ഭരണം തങ്ങളുടെ പക്കലിലേക്ക് എത്തുമെന്ന വിശ്വാസം ഇടതുമുന്നണിയും മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ, ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്. മെയ് 4-ന് വോട്ടെണ്ണി ആര് ജയിക്കുമെന്നറിയുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നേതാക്കന്മാർ തമ്മിലുള്ള കടിപിടി ഉണ്ടാകുന്നു എന്നതാണ്. ഒരു ഭാഗത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു ഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും രംഗത്തെത്തി. സ്വാഭാവികമായും VD സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്ന ആളുകൾ പറയുന്നത് 10 വർഷമായി അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ് VD സതീശൻ. അതുകൊണ്ട് ആ മെറിറ്റ് അദ്ദേഹത്തിന് നൽകണമെന്നാണ്. ഇവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരു പേര് ഉയർന്നിരിക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴയിൽ നിന്നുള്ള MP KC വേണുഗോപാലിന്റെ പേരാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേതാക്കന്മാർ അടക്കമുള്ളവർ വലിയ ഘോരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് നിത്യേന എണ്ണവണ്ണം ഒരു ജോലിയാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിലവിൽ KC വേണുഗോപാൽ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള MP ആണ്. ഇനി അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA രാജിവെപ്പിച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരണം. അങ്ങനെ അത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പുറത്ത് ആലപ്പുഴയിൽ ലോക്സഭാ മണ്ഡലത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. എന്തിനാണ് ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവശ്യമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം മുതിർന്ന നേതാക്കന്മാർ VD സതീശനും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ജയിച്ച് നിയമസഭയിൽ എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ തമ്മിലടിയിൽ നിരാശരായിരിക്കുന്നത് സാധാരണക്കാരായ വോട്ടർമാരാണ്. നിഷ്പക്ഷമതികളാണ് എന്നും കേരളത്തിന്റെ ഭരണം ആർക്ക് അനുകൂലമാക്കണമെന്ന് തീരുമാനിക്കാറുള്ളത്. അത് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളല്ല. CPM ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ഉണ്ട്. പക്ഷേ ആ വോട്ട് ബാങ്ക് കോൺഗ്രസിനില്ല. കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം കോൺഗ്രസ് വോട്ട് കൊണ്ട് മാത്രമല്ല കോൺഗ്രസ് ജയിക്കാറ്. അത് നിഷ്പക്ഷരായ ആളുകൾ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലേക്ക് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഇത്തവണ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണമെങ്കിൽ മെയ് 4-ന് വോട്ടെണ്ണി കഴിയണം. അതിനു മുമ്പേ ഇത്തരത്തിൽ ഒരു ചക്കളത്തിൽ പോര് നടക്കുമ്പോൾ അത് വോട്ടർമാരെ അപമാനിക്കുന്നത് തുല്യമാണ്. ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ അത് തിരിച്ചറിയണം. സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ കോൺഗ്രസ് നേതാക്കന്മാർ പലരും പോവുകയാണ്. പരസ്യമായും രഹസ്യമായും ഇത്തരം നേതാക്കന്മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് മുതിർന്ന നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഇത്തരം ആളുകളെ സാമൂഹ്യ മാധ്യമങ്ങളിൽ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാർ നഖശികാന്തം വിമർശിക്കുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകന്മാർ മൈദ തേച്ച് പോസ്റ്റർ ഒട്ടിക്കുന്നവർ കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ ആഗ്രഹിക്കാത്തവരാണ്. അത്തരം കോൺഗ്രസ് പ്രവർത്തകരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന നിലപാടാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാർ സ്വീകരിക്കുന്നത്. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമല്ല. മെയ് 4-ന് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ, ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതാണ് കോൺഗ്രസിന്റെ പരമ്പരാഗതമായ ഒരു രീതി. R ശങ്കർ മുതൽ ഏറ്റവും അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വരെ മുഖ്യമന്ത്രിയായത് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരമാണ്. അതിനു മുമ്പ് ഇത്തരത്തിൽ ഒരു അടി കൂടേണ്ട സാഹചര്യമുണ്ടോ? സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരെ നാട്ടുകാർക്ക് മുമ്പിൽ നാണം കെടുത്തുന്ന ഏർപ്പാടാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതാര് തന്നെയായാലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. ഒരു ഭാഗത്ത് മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന വായ്ത്താരികൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളെ വേദനാജനകമാക്കുന്ന കാര്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു കാലത്ത് കണ്ണൂരിലെ കോൺഗ്രസിന്റെ തലതൊട്ടപ്പനായിരുന്നു K സുധാകരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കിയ ആളുകൾ തന്നെ, അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ നടന്ന ആളുകൾ തന്നെ അദ്ദേഹത്തെ തള്ളി പറയുന്നത് ഇനിയെങ്കിലും മിസ്റ്റർ K സുധാകരൻ താങ്കൾ തിരിച്ചറിയണം. സുധാകരൻ മാത്രമല്ല, മറ്റു പല ആളുകളും ഫാൻസ് അസോസിയേഷന്റെ ആളുകൾ ഖണ്ഡകാവ്യം എഴുതുകയാണ്. AC റൂമിലിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് താഴെ തട്ടിൽ മൈദ കലക്കി പോസ്റ്റർ ഒട്ടിച്ചവന്റെ വേദന അറിയില്ല എന്നാണ് സാധാരണക്കാരായ പ്രവർത്തകന്മാർ പറയുന്നത്. തമ്മിലടിച്ച 10 വർഷം അധികാരത്തിന് പുറത്തിരുന്ന കോൺഗ്രസിന് ആരെങ്കിലും കൈപിടിച്ചുയർത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. അത്തരം ആളുകളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട് കോൺഗ്രസ് നേതാക്കന്മാർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് താഴെ തട്ടിലെ പ്രവർത്തകന്മാർ ഖേദത്തോടുകൂടി പറഞ്ഞു വെക്കുന്നത്.